നമ്മളിപ്പോൾ ഉള്ളത് മറിയൻ അക്വേറിയത്തിന് മുൻപിലാട്ടോ. രഞ്ജിത്തും തനും അക്വേറിയത്തിനകത്താണ്. ബട്ടർഫ്ലൈ ഫിഷ് കേട്ടോ. കടലിന് അടിത്തട്ടിൽ കാണുന്ന ഒരു തരം ഫിഷാണത്, ഈ കൂന് പോലെ കാണുന്നത്. ഈ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഫ്ലോറിലേക്കാണ് പോകുന്നത്. രണ്ട് വേടന്മാരെ ഒരു മാനിനെ കൊന്ന് വടിയിൽ കെട്ടിക്കൊണ്ട് പോകണത്. ടണൽ അക്വേറിയാണ് കേട്ടോ. നമ്മളെ തറക്കുന്നതിലും കൂടെ മീനൊക്കെ പോകണം. കൈൻ്റെ വിരലൊക്കെ തിന്നു. ഈ ഫുഡ് കണ്ടേക്ക് ആളുകളൊക്കെ വണ്ടി വന്നിട്ടോ. പഞ്ചവടി ബീച്ച് ഒരു സെറ്റപ്പ് ബീച്ചാണ് കേട്ടോ. നമ്മൾ ഒരു ഗോവ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, ഗോവയിൽ ബാഗ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അതേ പ്രതീതിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ ആയി വീഡിയോയിൽ വന്നിട്ട്, ഏകദേശം ഒരു മാസത്തോളമായി. വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്ക് കാരണം ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. രഞ്ജിത്തും വീഡിയോയിൽ വന്നിട്ട് കുറച്ചായില്ലേ, ഒരുപാടായി. 2-3 വീഡിയോയിൽ രഞ്ജിത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫാമിലി സഹിതം ഇന്ന് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. തന്നെയോ നമ്മൾ എവിടേക്കാണ് പോണേ? ഒരു ഹായ് പറഞ്ഞ. നമ്മൾ എവിടേക്കാണ് പോണേ? പറയ്, എവിടേക്കാണ് പോണേ? പറയേ. എന്ത് കാണാനാ പോണേ? എന്ത് കാണാനാ പോണേ? അക്വേറിയം കാണാനോ? എവിടെ അക്വേറിയം? ചാവക്കാടോ? കേട്ടോ. നമ്മുടെ മോളാണ് തവന്യ കൃഷ്ണ. ഇതാ മോനിതാ വരുൺ കൃഷ്ണ. വൈഫുണ്ട്, വൈഫും ബാക്കിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയ 15 സംഭവങ്ങളിൽ ഒന്നാണ് മറൈൻ അക്വേറിയം. അതിൽ 3 സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്. ആ കേരളത്തിൽ ഒന്നായ ചാവക്കാടുള്ള മറൈൻ അക്വേറിയത്തേക്കാണ് നമ്മൾ പോണത്. എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട കാട്ടിൽമാടാണിത് കേട്ടോ. കളിക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയാണെന്നാണ് പറയണത്. കളിക്ഷേത്രം ഗന്ധർവന്മാർ പണിതതാണ്, ഒറ്റ രാത്രി കൊണ്ട് പണിതതാണ്. അപ്പോൾ ഈ മേൽക്കൂര കൊണ്ട് പോകുന്ന സമയത്ത് നേരം വെളുത്തു. അപ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയപ്പെടുന്നത്. പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിൽ കൂട്ടുപാത പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ കാട്ടിൽമാടം ഇവിടെ സ്ഥിതി ചെയ്യണത്. നമ്മളിപ്പോൾ ഉള്ളത് മറിയൻ അക്വേറിയത്തിന് മുന്നിലാട്ടോ. ഇത് ഈ അക്വേറിയം ഒരു കൂട്ടം പ്രവാസികളുടെ ഒരു സംരംഭമാണ്. 8 പ്രവാസികൾ ചേർന്ന് നിർമ്മിച്ചൊരു അക്വേറിയമാണ്. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് എൻട്രൻസിൽ നിന്ന് തന്നെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ തന്ന് കൈ വൃത്തിയാക്കിയിട്ടാണ് അകത്തേക്ക് കടത്തുന്നത്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ്. കുട്ടികൾക്കുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എൻട്രൻസ് കയറി ഉള്ളിലേക്ക് വരുന്നിടത്ത് തന്നെ ഒരു ആമയുടെ ഒരു അടിപൊളി ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറി വരുന്ന ചുമരുകളിലൊക്കെ മീനുകളുടെ ചിത്രം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ മതിലുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഫിഷിൻ്റെ ഡിസൈൻ വെച്ചിട്ടാട്ടോ.
ഇതാണ് അകത്തേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. ചിൽഡ്രൻസിന് 250 രൂപ, അഡൾട്ട് 350 രൂപ, സീനിയർ 300 രൂപ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് കയറുന്നൊരു ബ്ലോക്കാണിത്. ഇത് ഫിഷ് തെറാപ്പി ബ്ലോക്കാണ്. ഇതുപോലെ വേറെയും 9 ബ്ലോക്കുകളുണ്ട് കേട്ടോ. ഇത് വരുണ് ഫിഷ് തെറാപ്പി ചെയ്യാട്ടോ. അങ്ങനെണ്ടാ? അടിപൊളിയാണ്. എന്താ തോന്നുന്ന കാലമേ? സുഖമുണ്ട്. രഞ്ജിത്തും ഫിഷ് തെറാപ്പി ഉണ്ട് കേട്ടോ. എനിക്കെന്താ പാട്? പണ്ടാത്ത പാടാണ്. ഞാനൊന്ന് ഇരുന്ന് നോക്കിയതാട്ടോ. കാലുമ്പോ മീനുകൾ വന്ന് പൊതിഞ്ഞു. എത്രത്തോളം കാണാണ്ട് അറിയില്ല, കുറച്ച് ഇരുട്ടാണ്. ഈ കാണുന്നത് ഓസ്കാറാണ് കേട്ടോ. ഓസ്കാറിൻ്റെ ചെറിയ കുട്ടികളാണ്. ഇത് സിൽവർ ഡോളർ എന്ന് പറഞ്ഞ മീനാട്ടോ. ഇതാണ് ഏഞ്ചൽ ഫിഷ്. ചോരക്കനിയൻ എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. ക്ലൗൺ നൈഫ് ഫിഷ് എന്ന് പറഞ്ഞ മീനാട്ടോ. ടൈഗർ ബേർഡ് എന്ന് പറഞ്ഞ മീൻ. വൈറ്റ് വിഡോ എന്ന് പറഞ്ഞ മീനാട്ടോ. ആർച്ചർ ഫിഷ്, കാറ്റ് ഫിഷ്, രഞ്ജിത്തും തനുവും അക്വറിയത്തിനകത്താണ്. ഇതിനകത്തേക്ക് കയറാനേ ഇതിനടിയിൽ കൂടെ പോയി കേട്ടോ. അടിയിൽ കൂടെ ചെന്ന് ഇങ്ങനെ ഇറക്കിയത്. ഇത് ടൈഗർ ഓസ്കാർ കേട്ടോ. എംബർ ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ് കേട്ടോ. ഇത് തണുപ്പിന് വേണ്ടിയിട്ട് ഇതിന് ഹെയർ സിലിണ്ടർ വെച്ചിട്ടുണ്ടാണ് കേട്ടോ. അതാണ് പുക പോലെ വരുന്നത്. ഏഞ്ചൽ ഫിഷ്. ഇതൊരു മത്സ്യകന്യക കേട്ടോ. മത്സ്യകന്യയുടെ കയ്യിൽ കിളിയിരിക്കുന്ന ഒരു രൂപ. ഇത് മീനുകളിലെ ഡ്രാക്കുളയാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോയിൽ കണ്ടില്ലേ എൻ്റെ പല്ലൊക്കെ. ഈ മീനിനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റുള്ളൂ. കൂട്ടത്തിലിട്ടുണ്ടെങ്കിൽ ആ മീനുകളൊക്കെ കടിച്ച് തിന്നും. പാരറ്റ് എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. പല കളറുണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഗൗരാമി ഫിഷ്. ഇത് ഷാർക്ക് കടൽ ഫിഷ് അല്ല, നമ്മൾ വളർത്തുന്നതാണ്. അടുത്ത ബ്ലോക്കിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഹായ് തന്നൂസ്, എങ്ങനെയുണ്ട് മീനുകളൊക്കെ? ഭംഗിയുണ്ടോ? കോഴിക്കാർപ്പാട്ടോ.
വരുണ് മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫിഷിന് ഫുഡ് കൊടുത്ത ബ്ലോക്ക് ടെക്സ് സ്കൂൾ എന്ന് പറഞ്ഞ ബ്ലോക്കാട്ടോ. ഈ കൂന് പോലെ കാണുന്നതൊക്കെ മീനുകളാട്ടോ. ഇതിൽ ഈ കാണുന്നതൊക്കെ മീനുകളാണ്. കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കാണുന്ന ഇത്തരം മീനുകളാണ്. സീമോൺ എന്നാണ് പേര്. മൂൺ റൈസർ ഫിഷ്. ഈ കാണുന്നത് ഒരു മീനാണ് കേട്ടോ. അത് ചെറുതായിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഫിഷാണ് കേട്ടോ. ചെമ്മീനിൽ പെട്ടൊരു ഐറ്റംസ് ആണ് കേട്ടോ. ഈസ്റ്റേൺ ഫ്രോഗ് ഫിഷ് എന്ന് പറഞ്ഞ മീനാണ്. മണ്ണിൽ പൂന്തി കിടക്കുന്ന ഒരു ഐറ്റംസ് ആട്ടോ. ഓസ്ട്രേലിയയാണ് സ്വദേശം. ഇതൊരു വെറൈറ്റി മീനാണ് കേട്ടോ. വൈനി ലോബസ്റ്റർ എന്ന് പറഞ്ഞ മീൻ. ഇതൊക്കെ കടൽ വാട്ടറാണ് കേട്ടോ. സ്പോട്ട് സ്ക്രാബ് എന്ന് പറഞ്ഞ മീൻ. സാൻഡ് ലോബ്സ്റ്റർ. വെറൈറ്റി ഫിഷാണ് കേട്ടോ. ബട്ടർഫ്ലൈ ഫിഷ്. സിൽവർ മോർണിംഗ് ഫ്രോഗ് ഫിഷും. ടൈറ്റൻ ടൈഗർ ഫിഷ്. ഇതും പൊളിയാണ്. സ്റ്റാർ ഫിഷ് ഉണ്ട്. ഇതിൽ കാണുന്നതൊക്കെ കടൽ വാട്ടറാണ് കേട്ടോ. ഈ ഫിഷ് ഉണ്ടല്ലേ, അടിപൊളി ഫിഷ് അല്ലേ. ഈ കാണുന്നതും ഫിഷ് തന്നെയാണ് കേട്ടോ. കടലിന് അടിത്തട്ടിൽ കാണുന്ന ഒരു തരം ഫിഷാണിത്. ഈ കൂന് പോലെ കാണുന്നത്. ഈ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഫ്ലോറിലേക്കാണ് പോകുന്നത്. ആമയാണ് കേട്ടോ അത്. കല്ലാട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് ഈ സീൻ കാണാൻ പോകുന്നത്. അതിൽ കാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാന്, പുലി എല്ലാം ഉണ്ട് അതിനകത്ത്.
റെഡ് ബെല്ലി എന്ന് പറഞ്ഞൊരു ഫിഷാണ് കേട്ടോ. അറാബൈമ എന്ന് പറഞ്ഞ ഫിഷാട്ടോ. കരീബിയൻ സ്പൈനി. കിടക്കണോ സ്റ്റാർ ഫിഷ്. ഇവര് യോഗയിലാണ് തോന്നുന്നുണ്ട്. തലേതാ വാലേതാ തല കുത്തനെയാണ് നടക്കണത്. എന്താ ഭംഗി കാണാൻ. മോറിഷ് ഐഡോൾ എന്ന് പറഞ്ഞ ഫിഷാണ് കേട്ടോ. രണ്ടായിട്ടുണ്ട്, ഏതാണെന്ന് അറിയില്ല. പനാമ എന്ന് പറഞ്ഞ ഫിഷാട്ടോ, മാലദ്വീപിലുള്ള ഫിഷാണ്. ഗാറൽ ഫിഷ് ഇന്ത്യൻ മീൻ തന്നെ കേട്ടോ. കയ്യും കാലൊക്കെ ഉള്ളൊരു ഫിഷാണ് കേട്ടോ. ഓന്തിൻ്റെ രൂപമാണ് അതിന്. ഒരു തവളയാണ് കേട്ടോ. ഒരു പാമ്പുണ്ട്. ഫുഡ് എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അതൊന്നും കരണ്ടി ഇവിടെ കുറേ കാട്ടാളന്മാരെ കണ്ടിട്ടോ. ഇതാ അമ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ.
ഒരു യക്ഷി അവിടെ നിന്ന് തീ കായുണ്ട് കേട്ടോ. 2 വേടന്മാരെ ഒരു മാനിനെ കൊന്ന് വടിയിൽ കെട്ടി കൊണ്ടുപോകണുണ്ടല്ലേ. ടണൽ അക്വേറിയാണ് കേട്ടോ. നമ്മളെ തലയ്ക്ക് മേലെയൊക്കെയാണ് വെള്ളം മീനൊക്കെ ഉള്ളത്. ഇല്ല, നമ്മളെ മേലെ കൂടെയൊക്കെ മീൻ പോകുന്നുണ്ട്. നിങ്ങളെ കാണാൻ രസമുണ്ടോ? രസമുണ്ടോ? അടിപൊളിയാ? ഇഷ്ടായോ? ഇതെന്താ മീനെ തൊടുക? ഹായ് ഹായ് ഹായ്. അടിപൊളി ഗൈസ്. ഇതാണ് അരാപ്പായ്മ എന്ന് പറഞ്ഞ മീൻ. ഇതിനെ ഞാൻ ഫിഷിലാണ് പരിചയപ്പെട്ടത്. നമ്മളെ തലക്കുന്നതിൽ കൂടെ മീനൊക്കെ പോണ്. അക്വേറിയത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങിട്ടോ. ഒരാൾക്ക് 350 രൂപ അക്വേറിയത്തിനകത്തേക്ക് കയറാനുള്ള ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അധികമാണ് വിചാരിച്ചു. പക്ഷേ അക്വേറിയത്തിനകത്ത് കയറിയാലാണ് ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ മുതലാവാനുള്ള അത്രയും നമുക്ക് കാണാൻ തന്നെ ഉണ്ട് അകത്ത്. അങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ഇവിടെ ഫിഷ് ഫീഡിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കൊടുക്കുകയാണ്. അടിപൊളിയുണ്ട് ഗൈസ്. എന്റെ കൈ വിഴുങ്ങല്ലേ. മീമേ തൊടാ, കൈ കഴുകിട്ട്. തൊട്ടാക്കാ
ഏട്ടാ കൊടുക്കണേ ബൈ ബൈ ഫിഷിന് ഫുഡ് കൊടുക്കാട്ടോ. കൈൻ്റെ വിരലൊക്കെ തിന്നു. കഴിഞ്ഞിട്ടോ. ഹലോ ഹലോ ഫുഡില്ലാണ്ടപ്പോ മീനുകളൊക്കെ പോയിട്ടോ. ഉള്ളൊരു വലിയൊരു മീനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടേക്ക് ഫാമിലിനെ കൂട്ടി വരികയാണെങ്കിലേ കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാട്ടോ. മുയല്, ആമ. ഇതിലേതാ ആമ? ആമ ഏതാ തന്നെയോ? ഏത്? അത് മുയലല്ലേ? അപ്പൊ ആമ ഏതാ? ആ അപ്പൊ ആമത്. ഏണ്ട് കുട്ടികൾക്ക് മീൻ പിടിക്കാനുള്ളൊരു പൂളാണ്. എൻട്രി പാസ് ഉണ്ട് 20 രൂപ. തന്നെ മീൻ പിടിക്കണം. അതെന്തേ മീൻ പിടിച്ചേ? നമ്മളിവിടെ അക്കൂര്യത്തിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാൻ കേട്ടോ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഗോബി ചില്ലിയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ അടിപൊളിയാണ്. വീട്ടിൽ അച്ഛനും അമ്മയും മാറിയിട്ടുണ്ടോ, അതുകൊണ്ടാണ് വെജിറ്റബിൾ ആക്കിയത്. എന്തായാലും ഫുഡ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? തന്നെ ടേസ്റ്റ് ഇല്ലേ? ബേഡ്സ് പാർക്കാണ്. ബേഡ്സ് പാർക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് 40 രൂപയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറാണിത്. ഒന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത് കേട്ടോ. ആരാപയമാനം കേട്ടോ. അതിന് ഫുഡ് എടുക്കുകയാണ്. ഇതെന്ത് ഫുഡാണ് കൊടുക്കണേ? ഫിഷ് തന്നെയാണ് അല്ലേ? എന്തിക്ക് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് എടുക്കാം കേട്ടോ ആരാപ്പന്മാർക്ക്. ഒരു ഫുഡ് കഴിക്കുമ്പോഴേ പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് ആട്ടോ. വെള്ളത്തിൽ കിടന്ന് ചാടിയിട്ടേ. ബട്ടർഫ്ലൈ ചെടി ചെടിയാ. നമുക്ക് ബേഡ്സിന് ഫുഡ് കൊടുക്കാം കേട്ടോ. ഡോർ അടക്കി.
ഫുഡ് ഫുഡ് കണ്ടേക്ക് ആളുകളൊക്കെ വണ്ടി വന്നിട്ടോ. രഞ്ജിത്തിന്റെ കയ്യിൽ തലയിലൊക്കെ എടുക്കണം കേട്ടോ. കാല് നോക്കി എടുക്കണം കേട്ടോ. ഉണ്ടാവും കാലിനോട്. ഇഗ്വാന കേട്ടോ. ഇഗ്വാനോടൊപ്പം നമുക്ക് സെൽഫി എടുക്കാം. കാർ റൈഡ് ഉണ്ട് കേട്ടോ. കാർ റൈഡിന് 6 മിനിറ്റിന് 120 രൂപ. ഒക്കെ ഹാൻഡിലുമ്പോ പിടി. ചോട്ടിക്കോ. ചവിട്ടേ ഇടിച്ചാലും കുഴപ്പമില്ല. പോട്ടെ പോട്ടെ ചവിട്ട്. ആക്സിഡന്റ് കൊടുക്ക്. ആക്സിഡന്റ് കൊടുക്ക്. സ്പീഡ് പോയിക്കോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു കാർ റേസിങ്? തന്നെ എങ്ങനെയുണ്ട്? അടിപൊളിയായോ? അത് കയറി വാ. അത് കയറി വാ. ചെല്ല ഏട്ടൻ്റെ ഒപ്പം ചെല്ല. പേടിയൊന്നുമില്ല. ഏതില് ഏതില് ആന്നാ വായ. അത് തിരിയില്ല. അത് കയറിക്കോ. അത് കയറിക്ക്. അപ്പോൾ ഞങ്ങൾ അക്കൂരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. കാഴ്ചകളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോയ അക്കൂരത്തിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചാണ് കേട്ടോ. പഞ്ചവടി ബീച്ചാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ബീച്ചിൽ നമുക്ക് പോയേക്കാം. പോണാ. പഞ്ചവടി ബീച്ച് ഒരു സെറ്റപ്പ് ബീച്ചാണ് കേട്ടോ. നമ്മൾ ഒരു ഗോവ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, ഗോവയിൽ ബാഗ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അതേ പ്രതീതിയാണ്. രാത്രി ആകുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇടും. ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. എന്തായാലും നമുക്ക് കണ്ടോക്കാം. ഒരു ശംഖ് ഇട്ടിട്ടുണ്ട്. ബീച്ച് നിരന്ന് കിടക്കുന്ന ബീച്ചാണ് കേട്ടോ. ബീച്ചിന് ആളില്ല. നമ്മൾ പൊന്നാനിക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ആഴാണ്.
ഇവിടെ അങ്ങനെ പ്രശ്നമില്ല, ഇവിടെ പരന്ന് കിടക്കുകയാണ് ബീച്ച്. ധനുഷ നനഞ്ഞോ? നമ്മൾ വന്ന സമയത്ത് ബീച്ചിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബീച്ചിൽ അത്യാവശ്യം ആളുകളായിട്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച കൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നുമില്ല. ശനി ഞായറാണ് ഇവിടെ നല്ല തിരക്ക് എന്നാണ് പറഞ്ഞത്. ഈ ബീച്ചിനടുത്തുള്ള റെസ്റ്റോറൻറ്റുകളാട്ടോ, കാണാൻ നല്ല ഭംഗിയാട്ടോ. തനിമോള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ, വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ നനഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റിയില്ലേ തനിയോ? ഏട്ടൻ നനഞ്ഞിട്ടില്ലേ? ഏട്ടൻ നനയിപ്പിച്ചോ? ആ ആ ഏട്ട അച്ഛൻ കുട്ടിയെ നനയിപ്പിച്ചോ? എങ്ങനെയുണ്ട് ബീച്ച്? രസമുണ്ടോ? ഇനി പോണോ അങ്ങോട്ട്? വെള്ളത്തേക്ക് പോണോ? വേണ്ടേ? എന്തേ? നമ്മളിപ്പോൾ ഉള്ള ബീച്ച് ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചാണ് കേട്ടോ. ഇവിടെ വീഴും. ഷെഹീം, നിങ്ങളെ വീട് ഇവിടെ തന്നെയാണോ? ഈ സാധനം വിദേശമാണോ? അത് ഇവിടുന്ന് മേടിച്ചാണോ? അതെ. എന്ത് റേറ്റ് വരുന്നുണ്ട്? 185 റേറ്റ് ഉണ്ടാവലുണ്ടോ? ഇതുപോലെ വേറെ വണ്ടി ഉണ്ട് ഇവിടെ? ചെറുതാണുള്ളത് അല്ലേ? ആ, ഇത് ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ ഇവിടെ? ബീച്ചിൽ ഓടിക്കാം അല്ലേ? ആ, നിങ്ങളെന്ത് ചെയ്യണേ? ശരി, ഓക്കെ. റെസ്റ്റോറൻറ്റിലെ ലൈറ്റുകളൊക്കെ തെളിയിച്ചു കിട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായി. ഇവിടെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടും ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും 2 റെസ്റ്റോറൻറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഓപ്പൺ അല്ല. അപ്പുറത്തുണ്ട്. എല്ലാത്തിലും വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. നമ്മളൊരു ഗോവയിൽ പോയി അതേ ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ ബീച്ചിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ചു പോകുക കേട്ടോ. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാട്ടോ. നമ്മൾ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞത്. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ മറിയൻ അക്വേറിയത്തിലെ കാഴ്ചകളും പഞ്ചവടി ബീച്ചിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.